നമസ്കാരം, ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമിനെ കുറിച്ചാണ്. അതാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. പലപ്പോഴും നമ്മുടെ മുതിർന്ന പൗരന്മാർ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് ആലോചിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തോട് അടുക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണ് ഞാൻ റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്റ്റഡി ആയിട്ടുള്ള വരുമാനം എനിക്ക് ഉണ്ടാകാൻ പറ്റുന്നത്. കാരണം നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മുമ്പ് ചെയ്ത, നമ്മൾ ചെറുപ്പകാലത്ത് ജോലി ചെയ്ത അതേ ഒരു തീവ്രതയിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ഹെൽത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് വരുമാനം ഉണ്ടാവുകയും വേണം. അങ്ങനെയുള്ളൊരു സന്ദർഭം വരുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതം താറുമാറാകാതെ വളരെ കൃത്യമായിട്ട് സ്റ്റഡി ആയിട്ടുള്ള ഇൻകം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ഇൻകം ലഭിക്കുന്ന ഒരു സ്കീമാണ് പോസ്റ്റ് ഓഫീസിന്റെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ് എന്താണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളത്, എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് മാത്രമായിട്ട് ഉള്ളതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. സാമ്പത്തികപരമായി ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം തേടുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മുതിർന്ന പൗരന്മാർക്ക് സേവ് ചെയ്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് വരുമാനം തരുന്ന ഒരു കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ലംസമായിട്ട് ഒരു എമൗണ്ട് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നും ഓരോ വർഷവും 3 മാസം കൂടുന്തോറും, അതായത് ഇൻ എവറി 3 months, അത് നമ്മൾ ക്വാർട്ടർ എന്ന് പറയും, ക്വാർട്ടർലി കണക്കാക്കുന്നു എന്ന് നമുക്ക് പറയാം. 3 മാസം കൂടുന്തോറും ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത സീനിയർ സിറ്റിസന്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ, വലിയ റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ നമുക്കുണ്ടെങ്കിൽ പോലും അതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഈസ് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്നാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു സ്കീമിലേക്ക് വരുന്ന സമയത്ത്, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പോലെയുള്ള ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമിലേക്ക് വരുന്ന സമയത്ത് റിസ്ക് ആപ്പറ്റൈറ്റ് ഇല്ലാത്ത ആളുകൾ വളരെ ഉചിതമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ് ഇതെന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ റിട്ടേൺ എന്ന് പറയുന്നതും 100% ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ വളരെ ഉചിതമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ് ഇതെന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ റിട്ടേൺ എന്ന് പറയുന്നതും 100% ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കീ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം ഫീച്ചർ ഡീറ്റെയിൽസ്. അതായത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.2%. പ്രതിവർഷം 8.20% ഇതിന്റെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. ഇത് എല്ലാ ക്വാർട്ടറിലെയും എല്ലാ 3 മാസം കൂടുന്നതും റിവൈസ് ചെയ്യപ്പെടും. മാത്രമല്ല, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, അതായത് ഏറ്റവും കുറഞ്ഞ തുക 1000 രൂപ, ഏറ്റവും കൂടിയ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 30 ലക്ഷം രൂപയും ആണ്, 30 lakhs. അതുപോലെ തന്നെ ഈ ഒരു സ്കീമിന്റെ ടെന്യൂർ, കാലയളവ് എന്ന് പറയുന്നത് 5 വർഷമാണ്. മാത്രമല്ല, അത് 3 വർഷം കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട്. 5 വർഷത്തെ ടെന്യൂർ കഴിഞ്ഞാൽ, 5 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് കാലാവധി കഴിഞ്ഞാൽ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ +3 years നിങ്ങൾക്ക് ആ ടെന്യൂർ കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്തൊരു കാര്യം, വേർ ടു ഓപ്പൺ, അതായത് എവിടെയാണ് നമുക്ക് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? ഓഫ് കോഴ്സ് അത് പോസ്റ്റ് ഓഫീസാണ്. പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ബാങ്കുകളിൽ, അംഗീകൃത ബാങ്കുകളിലും നമുക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് അവൈലബിൾ ആണ്. മാത്രമല്ല, ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരം 1,50,000 രൂപ വരെ ടാക്സ് ഡിഡക്ഷൻ ലഭിക്കാനുള്ള ഒരു എലിജിബിലിറ്റി ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി, യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ആർക്കാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പൗരന്മാർക്ക് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള റിട്ടയർഡ് ആയിട്ടുള്ള, അതായത് VRS റിട്ടയർഡ് ആയിട്ടുള്ള പൗരന്മാർക്കും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു എൻറ്റയർ ഡീറ്റെയിൽസും ഇപ്പോഴത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റിന്റെ കറണ്ട് റൂൾസ് പ്രകാരം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവയാണ്. ഇവ ഭാവിയിൽ റിവൈസ് ചെയ്യപ്പെട്ടേക്കാം. ശ്രദ്ധിക്കുക, പലിശ നിരക്ക് എല്ലാ 3 മാസം കൂടുന്തോറും റിവൈസ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പുതിയ പലിശ നിരക്ക് എത്രയാണെന്ന് പോസ്റ്റ് ഓഫീസിലോ വെബ്സൈറ്റിലോ ചെന്ന് സന്ദർശിക്കുക. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും
ചിന്തിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. പോളിസി ബസാറിൽ നിന്നും പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധ്യമാണ്. മാത്രമല്ല 51ലധികം ഇൻഷുറൻസ് പാർട്ണർമാർ പോളിസി ബസാറിലുണ്ട്. കൂടാതെ 15% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. കൂടാതെ കോടികളുടെ കവറേജും ടേം ഇൻഷുറൻസ് ലഭിക്കുന്നു. ടേം ഇൻഷുറൻസ് മാത്രമല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പോളിസി ബസാറിൽ നിന്നും എടുക്കാവുന്നതാണ്. പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ ആരംഭിക്കുന്ന പ്രീമിയത്തിൽ കോടികളുടെ കവറേജ് ഹെൽത്ത് ഇൻഷുറൻസിലും പോളിസി ബസാറിൽ നിന്ന് ലഭിക്കുന്നു. കൂടാതെ 25% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഗ്യാരണ്ടി നൽകുന്നു. മാത്രമല്ല 51ലധികം ഇൻഷുറൻസ് പാർട്ണർമാരുമുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും പോളിസി ബസാറിൽ അവൈലബിൾ ആണ്. സോ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കീ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എത്രയാണ് നമുക്ക് പലിശ ലഭിക്കുന്നത്, മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണ്, മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണ്, എത്ര കാലയളവ്, എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ടാക്സ് ബെനിഫിറ്റ് എന്തൊക്കെയാണ്, TDS നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടോ, എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ഒരു സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാർട്ടർലി ഇൻകം, അതുപോലെ തന്നെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻ 5 ഇയേഴ്സിലേക്ക് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ചുരുക്കി പറയുകയാണെങ്കിൽ എത്ര പണമാണ് നിങ്ങൾക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സമ്പാദിക്കാൻ പറ്റുക, നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ഞാൻ പറഞ്ഞു മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 30 ലക്ഷം രൂപ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 30 ലക്ഷം രൂപ ഒരാൾ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ 3 മാസം കൂടുന്തോറും ക്വാർട്ടർലി ഇൻകം ആയിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ലഭിക്കുന്ന തുക 61,500 രൂപയാണ്. ഓരോ 3 മാസം കൂടുന്തോറും ഈ ഒരു എമൗണ്ട് 61,500 രൂപ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ 5 വർഷം കഴിയുമ്പോഴേക്കും ലഭിക്കുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 12,30,000 രൂപ. ഇനി 30 ലക്ഷമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിലേക്ക് 20 ലക്ഷം രൂപയാണ് ലംസമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ ക്വാർട്ടർലിയും 3 മാസം കൂടുന്നോറും 41,000 രൂപ 3 മാസം കൂടുന്നോറും ക്രെഡിറ്റ് ആവുന്നു. 5 വർഷത്തിലേക്ക് കോമ്പൗണ്ട് ആവുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8,20,000 രൂപയായിരിക്കും. ഇനി 15 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 30,750 രൂപ 3 മാസം കൂടുന്നോറും അക്കൗണ്ടിലേക്ക് വരുന്നു. 6,15,000 രൂപ 5 വർഷത്തേക്കുള്ള പലിശയായിട്ട് ലഭിക്കുന്നു. 10 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഓരോ ക്വാർട്ടറിലെയും ഓരോ 3 മാസം കൂടുന്നോറും 20,500 രൂപ ലഭിക്കുന്നു. 5 വർഷത്തെ പലിശയായി 4,10,000 രൂപയായിട്ടും ലഭിക്കുന്നുണ്ട്. ഇനി 10 ലക്ഷമല്ല 5 ലക്ഷം മാത്രമാണ് നമ്മൾ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 3 മാസം കൂടുന്നോറും 10,250 രൂപ നമ്മുടെ അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. 2,05,000 രൂപ 5 വർഷത്തെ പലിശ നിരക്കായിട്ട് ലഭിക്കുന്നു. സോ ചുരുക്കി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 30 ലക്ഷം രൂപ നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഓരോ 3 മാസം കൂടുന്നോറും 61,500 രൂപ ലഭിക്കുന്നു. നമുക്കറിയാം മുതിർന്ന പൗരന്മാർക്ക്, റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ വളരെ നല്ല ഒരു എമൗണ്ട് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇത്. നമുക്കറിയാം 61,500 എന്ന് പറയുമ്പോൾ ഇത് 3 മാസത്തേക്കുള്ള എമൗണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് മന്ത്ലി നോക്കുകയാണെങ്കിൽ പ്രതിമാസം ഏകദേശം 20,000 രൂപ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഇത്ര പോപ്പുലർ ആവാൻ കാരണം? അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ സേഫ്റ്റി തന്നെയാണ്. 100%. അതായത് സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരന്മാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, റിസ്ക് എടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ 100% ഗവൺമെന്റിന്റെ ബാക്കുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന ഒന്നാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം. മാത്രമല്ല സാധാരണ ഇത്തരത്തിലുള്ള ആളുകൾ, മുതിർന്ന പൗരന്മാർ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ മികച്ച ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിന്നും നമ്മൾ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയുടെ പോപ്പുലാരിറ്റി ഇന്ന് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ക്വാർട്ടർലി ഇൻകം, മാത്രമല്ല സെക്ഷൻ ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ്, മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ 5 വർഷത്തെ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള +3 ഇയേഴ്സ് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടറുകൾ ഇന്ത്യയിലെ പൗരന്മാരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഇത് പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 55 അതിന് മുകളിലോ പ്രായമുള്ള VRS എടുത്ത റിട്ടയറികൾക്കും ഇത് പ്രകാരം അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NRIകൾക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമല്ല. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെ രേഖകളാണ് അദ്ദേഹം സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. ഒന്ന്, ആധാർ കാർഡാണ്. ആരാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ആധാർ കാർഡ് ആവശ്യമുണ്ട്.
പാൻ കാർഡ് വേണം. പാൻ കാർഡ് ഇല്ലാതെ നമുക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമല്ല. മാത്രമല്ല പ്രായം തെളിയിക്കുന്ന ഒരു എന്തെങ്കിലും രേഖ ആവശ്യമായിട്ടുണ്ട്. വോട്ടർ ഐ ഡി ആവാം, അതല്ലെങ്കിൽ പ്രായം തെളിയിക്കുന്ന രേഖകളുണ്ടല്ലോ, പാസ്പോർട്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്, കുറച്ച് പരിമിതികൾ ഇതിനകത്ത് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻട്രസ്റ്റ് ആണ്. അത് നമുക്ക് പലിശ നിരക്ക് ടാക്സബിൾ ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു സ്കീം പെട്ടെന്ന് പിൻവലിക്കണം എന്ന ഒരു ഇത് വന്നു. അതായത് ഇനി അങ്ങോട്ട് എനിക്കിത് ആവശ്യമില്ല, ഈ ഒരു സ്കീമിന് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള അവസ്ഥ വന്നാൽ നിങ്ങൾ അതിന് ചെറിയൊരു പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. ചെറിയൊരു ഫൈൻ കൊടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. മാത്രമല്ല, കൂടുതൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. 30 lakhs ആണ് മാക്സിമം ഡെപ്പോസിറ്റ് എമൗണ്ട്. വലിയൊരു എമൗണ്ട് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. PF കിട്ടിയ പണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് വലിയ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ മൊത്തം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പലിശ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ല. സോ 30 lakhs ഈസ് ദ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ദാറ്റ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. സോ നിങ്ങൾ വിരമിച്ച ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. വൺ ഓഫ് ദ സേഫസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള, ഏറ്റവും വിശ്വസനീയമായ ഒരു സ്കീമാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ വളരെ സ്റ്റഡി ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ആണ് ഉദ്ദേശിക്കുന്നത് എന്നാണെങ്കിൽ, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും പരിചയത്തിലുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും അവർക്ക് അയച്ചു കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയി രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ്വാല മലയാളത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.